എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അസിഡിറ്റിയെ കുറിച്ചാണ്. അധികം ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് പ്രമേഹം. 5-ൽ 1 പ്രമേഹ രോഗി എന്ന് പറയുമ്പോൾ നമ്മൾ 5 പേരെടുത്തു കഴിഞ്ഞാൽ 5 പേർക്കും അല്ലെങ്കിൽ 4 പേർക്കും അസിഡിറ്റി പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ നിന്ന് പരിഹരിക്കാൻ പറ്റും. 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, രാവിലെ നേരത്തെ എഴുന്നേൽക്കണം. TCM പ്രകാരം നമ്മുടെ വൻകുടല നന്നായിട്ട് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത് രാവിലെ 5-ൻ്റെയും 7-ൻ്റെയും ഇടയിലാണ്. അപ്പോൾ വൻകുടല എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ശോധനയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ വൻകുടൽ കൂടുതലായിട്ട് പ്രവർത്തിക്കുക, അതിൻ്റെ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യുക എന്നുള്ളത്. ഓക്കെ, പിന്നെ അടുത്ത് വരുന്ന മാലിന്യങ്ങൾ സ്റ്റോർ ചെയ്യുക, അത്തരം കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് എഫിഷ്യൻ്റായിട്ട് നടക്കുന്നത് രാവിലെ 5-ൻ്റെയും 7-ൻ്റെയും ഇടയിലാണ്. അപ്പോൾ അത് നമുക്ക് മോഷൻ വരണമെങ്കിൽ നമ്മൾ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് മോഷൻ വരില്ലല്ലോ. അപ്പം നമ്മൾ എണീറ്റിരിക്കണം. അപ്പോൾ നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് ഒരു 6 മണിക്കെങ്കിലും എണീക്കുക. ഓക്കെ, പിന്നെ രാവിലെ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ സാധാരണ ഫ്രിഡ്ജിലെ വെള്ളം കുടിക്കാറുണ്ട്, തണുത്ത വെള്ളമൊക്കെ കുടിക്കാറുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ നോർമൽ വാട്ടർ ഉപയോഗിക്കേണ്ടത്, പ്ലെയിൻ വാട്ടർ, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിലെ വെള്ളം. പക്ഷേ നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ ചെറിയൊരു ചൂടുവെള്ളം ഉപയോഗിക്കുക. ഇതെന്തിനാ വെച്ചാൽ നമ്മുടെ ഗട്ട് ക്ലിയർ ആവാനും ഗട്ടിലെ ആ ഒരു നമ്മുടെ ഈ ശോധനക്കുള്ള ഒരു പ്രഷർ കൊടുക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു സൂത്തിങ് എഫക്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമതായി ചെയ്യേണ്ടത്, നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, രാത്രി ഭക്ഷണം, ഇതിന് മുമ്പായിട്ട് 1 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഇഞ്ചി ചവച്ച് കഴിക്കുക. ഓക്കെ, എല്ലാ 3 നേരം ഭക്ഷണത്തിൻ്റെ മുമ്പായിട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി കഴിക്കുക. അതുപോലെ മൂന്നാമതായിട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ മാംഗോ ജ്യൂസ്, മാങ്ങ ജ്യൂസ് കുടിക്കുക. ഒരു ദിവസം 1 മാംഗോ ജ്യൂസ് കുടിക്കുക. ഓക്കെ, നിങ്ങളൊരു 7 ദിവസം, ചെറിയ പ്രശ്നമുള്ളവരാണെങ്കിൽ ഒരു 7 ദിവസം ചെയ്യുക. വലിയ അസിഡിറ്റി പ്രശ്നങ്ങളുള്ളവർ ഒരു 21 days ചെയ്യുക. നിങ്ങൾ ചെയ്തൊരു 3ാമത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ എഫക്റ്റ് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ 3 കാര്യങ്ങളാണ്. രാവിലെ ചെറിയ ചൂടുവെള്ളം, രണ്ടാമതായിട്ട് നമ്മൾ ഇഞ്ചി കഴിക്കുക, മൂന്നാമതായിട്ട് മാങ്ങ ജ്യൂസ് കഴിക്കുക. ഇനി മാങ്ങ ജ്യൂസ് കിട്ടാത്തവർക്ക് എന്ത് ചെയ്യുക, നാരങ്ങയുടെ ജ്യൂസ് കഴിക്കുക. ഓക്കെ, അപ്പോൾ ഇതിലെ ഫൈബർ ഒക്കെ ഡൈജഷന് ഹെൽപ്ഫുൾ ആവും. ഫൈബർ ഡൈജഷൻ മാത്രമല്ല, ഈ ഇൻറ്റസ്റ്റൈനിലൂടെ ക്ലീനിങ് എഫക്റ്റ് ആയിട്ട്. അതുപോലെ ഒന്നുകിൽ മാങ്ങ ജ്യൂസ് കുടിക്കുക, അല്ലെങ്കിൽ നാരങ്ങ ജ്യൂസ് കുടിക്കുക. ഓക്കെ.